വീണ്ടും ചെറിയൊരു തമിഴ്നാട് യാത്രയിലാണ്. ഇപ്പോൾ ഉള്ളത് നാഗപട്ടണത്താണ്. ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുമായിരുന്നു. കാരണം അതികഠിനമായിട്ടുള്ള ചൂടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പം മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയണം. ഞാൻ രാവിലെ വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ എത്തിയതാണ് കാര്യം പറഞ്ഞാൽ. നേരെ വേളാങ്കണ്ണിക്കാണ് വന്നത് കേട്ടോ ബസ്സിന്. അപ്പോൾ അവിടുന്ന് വീണ്ടും ബസ് കയറിയാണ് നാഗപട്ടണത്തേക്ക് വന്നത്. വേളാങ്കണ്ണിയിൽ നിന്ന് 13 കിലോമീറ്ററാണ് നാഗപട്ടണം വരെ. നമ്മളിപ്പം നാഗപട്ടണം ടൗണിന് സമീപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു മങ്ങൽ വരും കേട്ടോ. ഏതാനും സെക്കൻഡുകൾ മാത്രം, വീണ്ടും അങ്ങ് തെളിയാൻ തുടങ്ങും. അപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റിയാണ്, ഒരു രക്ഷയില്ലാത്ത ഹ്യൂമിഡിറ്റി. നല്ല തിരക്കുള്ളൊരു ടൗണാണ്. സൂര്യൻ അതിൻ്റെ മാക്സിമം പവർ എടുത്ത് നിൽക്കുമെന്ന് തോന്നുന്നു. ഇനിയിപ്പം ചൂടിനെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും ഈ ടൗണിൽ നിന്ന് ആദ്യം ഒന്ന് പുറത്തെടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് കേട്ടോ. എന്നാ തിരക്കാൻ നോക്കി. നല്ല നീല നിറത്തിലുള്ള ആകാശം, അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പം മഴയില്ലെങ്കിൽ പോലും. അപ്പോൾ ഇവിടെ നിരവധി കടകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നല്ല റഷായിട്ടുള്ളൊരു ടൗൺഷിപ്പാണ്. അപ്പോൾ ഇന്ന് ജൂൺ 3-ാം തീയതിയാണ്. ഇന്ന് കരുണാനിധിയുടെ പിറന്നാളാണ്. അപ്പോൾ ഇതൊരു ഓഫീസാണ്. ആ ഓഫീസിൻ്റെ മുന്നിലായിട്ട് കരുണാനിധിയുടെ ഒരു വലിയൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കൊടിതോരണങ്ങൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. തമിഴ്നാട് ജനത ഇങ്ങനെയാണ്, അവരുടെ ഓരോ ആഘോഷങ്ങളും വലിയ രീതിയിൽ കൊണ്ടാടുന്നവരാണ്. അപ്പോൾ ഇന്ന് ജൂൺ 3-ാം തീയതി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോക സൈക്കിൾ ദിനമാണ്. വേറെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു ദിവസത്തിൽ തമിഴ്നാട്ടിലാകെ മൊത്തം 38 ജില്ലകളുള്ളതിൽ ഒരു ജില്ല കൂടിയാണ് നാഗപട്ടണം. അപ്പോൾ വേളാങ്കണ്ണിയൊക്കെ നാഗപട്ടണം ജില്ലയിലാണ് വരുന്നത്. നമ്മൾ 2 മാസങ്ങൾക്ക് മുമ്പ് വേളാങ്കണ്ണി പോയി വീഡിയോ ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ടാണ് വേളാങ്കണ്ണിയിലെ കാഴ്ചകളിലേക്ക് പോകുന്നത്. നേരെ നാഗപട്ടണത്തേക്ക് വന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ടുണ്ട്. ഇതൊരു തീരദേശ ടൗൺഷിപ്പാണ് നാഗപട്ടണം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. അപ്പോൾ നാഗപട്ടണം ബസ് സ്റ്റാൻഡാണിത് ഈ കാണുന്നത്. ഇവിടുന്ന് ടൗൺ ബസ് കയറിയിട്ട് ഇനി അക്കരപ്പേട്ടൈ എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ കുറേ ബസ്സുകൾ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് വേളാങ്കണ്ണിക്ക് എപ്പോഴും തന്നെ ബസ്സുണ്ട്. പിന്നെ ലോങ് സർവീസ് പോണ്ടിച്ചേരി, തഞ്ചാവൂർ, അവിടേക്കൊക്കെ ബസ് ഇവിടുന്ന് നമുക്ക് കിട്ടും. ഇവിടെ നോക്കി പഴയ മോഡൽ, നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന വിൻറ്റേജ് മോഡൽ ബസ്. ഇത് വിൻറ്റേജ് ബസ്സല്ല, പുതിയ ബസ് BS6 മോഡലാണ്. അതിലിത് വിൻറ്റേജ് രീതിയിലുള്ള ബോഡിയൊക്കെ പണിതേക്കുന്ന ബസ് കണ്ടില്ലേ. പണ്ട് നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇങ്ങനെ ആയിരുന്നില്ലേ. ആ ഗ്രില്ലൊക്കെ നോക്കി, ആ ഗ്രില്ലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡബിൾ ഗ്ലാസ് ഒക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ബസ് പോലും ഇല്ലല്ലോ. ഉണ്ടെങ്കിലും വളരെ ചുരുക്കമായിട്ടൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഈ കാണുന്ന പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ അക്കരപ്പേട്ടയ്ക്ക് പോകുന്നത്. അക്കരപ്പേട്ട വരെ എത്തിയില്ല, അതിന് മുന്നേ ബസ്സിൽ നിന്ന് ഇറങ്ങി. ആ ബസ് അക്കരപ്പേട്ടയ്ക്ക് ഇല്ലായിരുന്നു. അപ്പോൾ നേരെ മുന്നിൽ കാണുന്നത് നാഗപട്ടണത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അക്കരപ്പേട്ടയ്ക്ക്. പിന്നെ റൂട്ട് കാണിക്കാത്ത ബസ്സിൽ കയറിയപ്പോൾ അവർ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചു. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ ബസ്സിൽ പോരാൻ മാത്രമുള്ള ദൂരമൊന്നുമില്ല. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അക്കരപ്പേട്ട പോകുമെന്ന് ചോദിച്ചു. ആ കയറിക്കോളാൻ പറഞ്ഞു. ബസ്സിൽ കയറിയ ശേഷം പറഞ്ഞത് അക്കരപ്പേട്ട വരെ പോകില്ല, ഇവിടെ ഇറങ്ങി, ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളത്. ആ ബസ് നേരെ പുത്തൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ മുന്നോട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിലെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് ഇവിടെ നാഗപട്ടണത്തെ പോസ്റ്റ് ഓഫീസ് കാണാം. നല്ല രസമുള്ളൊരു ബിൽഡിങ്, റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ്. പുതിയതായിട്ട് പണി കഴിപ്പിച്ച ഫ്ലൈ ഓവറാണ് ഇത്. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡിൽ കണ്ട ബസ് കണ്ടില്ല, അതെ ആ വിൻറ്റേജ് മോഡൽ ബസ് ഇതേ പോകുന്നു. ഡ്രൈവർ കണ്ടിട്ട് പരിചയം പുതുക്കിയതാണ്, ഹോണടിച്ച് കാണിച്ചത്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ലോക്കലി ഇവിടെ തന്നെ ബോഡി കെട്ടി ഉണ്ടാക്കുന്നതാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ആ വിൻറ്റേജ് മോഡലിലേക്ക് പണിയുമായിരുന്നെങ്കിൽ ശരിക്കും ആ പഴയ കാലം മനസ്സിലേക്ക് ഓർമ്മ വന്നു ബസ് കണ്ടപ്പോൾ. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് പണ്ട് അങ്ങനത്തെയുള്ള ബസ്സുകളിൽ. അപ്പോഴീ ഫ്ലൈ ഓവർ നോക്കി ഇങ്ങനെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. ഒരു കെട്ടിടത്തിൻ്റെയൊക്കെ ഉള്ളിൽ കയറിയ രീതിയിലാണ്. അതിങ്ങനെ ഒരു സർക്കിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലൈ ഓവറുകളൊക്കെ നമ്മുടെ തിരക്കുള്ള ടൗണുകളിലൊക്കെ അത്യാവശ്യമാണ്. കണ്ടില്ലേ ആ ഒരു വൃത്താകൃതി കണ്ടില്ലേ. അപ്പോൾ വേളാങ്കണ്ണിക്കൊക്കെ കടന്നു പോകുന്ന ഏതോ ഒരു ഫ്ലൈ ഓവർ മേളിക്കൂടെയാണ്, ഏത് ഡയറക്ഷനെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ നടന്നെത്തിയിരിക്കുന്നത്. ഇവിടുന്ന് വീണ്ടും റൈറ്റ് പിടിച്ചാൽ നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇതിങ്ങനെ ഈ തീരദേശത്തോടെ കടന്നു പോകുന്ന റോഡാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒത്തിരി മത്സ്യബന്ധന ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് ഹാർബർ ഏരിയയാണ്. ഇവിടെ ഒരു റെയിൽവേ ക്രോസൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഒരു ട്രെയിൻ വരുമായിരുന്നെങ്കിൽ. അപ്പോൾ ഈ റെയിൽവേ പാത ഈ തീരദേശത്തോടെയാണ് കടന്നു പോകുന്നത്.
കരിപ്പെട്ടി വിൽക്കാൻ കൊണ്ടുപോകുന്നതാണേ. തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്ന കണ്ടില്ലേ. ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന നിരവധി പേരെ നമുക്ക് കാണാം. പ്രായഭേദമന്യേ ഈ അത്രയും പ്രായമുള്ളവരൊക്കെ വീട്ടിലിരിക്കില്ല, അവരെന്തെങ്കിലുമൊക്കെ പണിയെടുക്കും കേട്ടോ. ഇങ്ങനെയുള്ള കച്ചവടങ്ങളാണ്, ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്തൊക്കെ ജീവിക്കുക. ആ ഒരു പ്രായത്തിലും പണിയെടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. ഈ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള കുറേ ഉന്തുവണ്ടി കടകളൊക്കെ നമുക്ക് കാണാം. ബിരിയാണിയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് വിൽക്കുന്നതാണ്. ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇവിടെ ശീതള പാനീയങ്ങൾ, സർബത്ത് കാര്യങ്ങളൊക്കെയാണ്. ഫിഷിംഗ് ബോട്ടിൻ്റെ പ്രൊപ്പല്ലറാണ് ഈ കാണുന്നത് കേട്ടോ. ദേ ഈ മിനി ട്രക്കിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടില്ലേ. ഇത് പുതിയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അതിൻ്റെ ഒരു വലിപ്പം നോക്കേ, ഈ ട്രക്കിൽ മൊത്തമായിട്ടും കൊള്ളുന്ന രീതിയിലാണ്. എൻ്റെ വെയിറ്റ് എന്തോരം ആയിരിക്കുമല്ലോ എൻ്റെ പൊന്നു. ഇത് പുതുസായത്? ഓ മെയിൻ്റനൻസ്. എങ്ക റെഡി പണ്ണത്? എങ്കിൽ ഇട ഇറക്കാം. ഓക്കെ. ഇത് മെയിൻ്റനൻസ് നടത്തുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കാം. അപ്പം ഒരു ക്രൂയിസ് ഷിപ്പിൻ്റെ അല്ലെങ്കിൽ MSC പോലെയുള്ള വലിയ കണ്ടെയ്നർ ഷിപ്പിൻ്റെയൊക്കെ പ്രൊപ്പല്ലറിൻ്റെ വലിപ്പം എത്ര മാത്രമായിരിക്കും അല്ലേ. അപ്പം ഈ പ്രൊപ്പല്ലറിൻ്റെ വർക്കൊക്കെ നടത്തുന്ന ഒരു യൂണിറ്റാണ്, ഒരു ഫാക്ടറിയൊക്കെയാണ് കാണാം കേട്ടോ. ലെയ്ത്ത് ഒക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണെന്ന് ഉള്ളത് നോക്കാം. അവിടെ അനുവാദം ചോദിച്ചിട്ട് കയറാം എന്തായാലും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ധാരാളം കടകൾ കാണാതെ, ഈ ബോട്ടിൻ്റെ പാർട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഇവിടെ ഒരു കട കാണാം, ഇത് കണ്ടില്ലേ. ഇതുകൊണ്ട് ഫ്ലോട്ടാണേ, മീൻ പിടിക്കുന്ന വലയിലൊക്കെ ഘടിപ്പിക്കുന്നതാണ് ഇങ്ങനെ പൊങ്ങി കിടക്കാനായിട്ട്. അങ്ങനെയുള്ള നിരവധി കടകൾ ഇതിൻ്റെ ഇത് കാണാം കേട്ടോ. ഓയിലുകൾ, അതുപോലെ വിവിധ തരത്തിലുള്ള പാർട്സുകൾ, അത് മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കട കണ്ടില്ല. ഇങ്ങനെയുള്ള ലെയ്ത്തുകളുണ്ട്. അപ്പോൾ ഇത് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരു ചേട്ടനെ കണ്ടു. തൊടുപുഴയല്ല, പാലായിൽ. തൊടുപുഴയ്ക്ക് അടുത്താണല്ലോ പാല അല്ലേ. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്? ബോട്ടിൻ്റെ സ്പെയർ പാർട്സുകൾ വിൽക്കുക. ഓയിലാണല്ലേ. ഈ കാണുന്ന ഷോപ്പുകളെല്ലാം ഈ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നതല്ലേ? അല്ലാതെ അല്ലേ. ഓക്കെ. എല്ലാ പണികളും ചെയ്യുമോ ബോട്ടിൻ്റെ? ബോട്ടിൻ്റെ യാർഡുണ്ടോ ഇവിടെ? അവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലേ. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ? 35 വർഷം. അപ്പോൾ താമസിക്കുന്നതൊക്കെ എവിടെ? പേരെന്താ? ജോയി. പാലായിൽ എവിടെ വീട്? അവിടെ ചേട്ടൻ പറഞ്ഞ പോലെ ബോട്ടിന് ആവശ്യമായിട്ടുള്ള ഓയിലുകളും ലൂബ്രിക്കൻറ്റുകളൊക്കെ വിൽക്കുന്ന കടകളും ഇതിൻ്റെ അകത്തായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാം പ്രൊപ്പല്ലറുകൾ റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഈ കടൽ ജീവികളുടെയൊക്കെ തോട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. ഈ പ്രൊപ്പല്ലർ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിയുന്നതിനും ഇത് അഴിച്ച് ഈ കടൽ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. യൂട്യൂബിൽ നോക്കി കാണാം ഷിപ്പിൻ്റെയൊക്കെ പ്രൊപ്പല്ലറുകൾ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇത് അഴിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, നക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഗൺ മെറ്റൽ എന്നാണ് ഇവർ പറഞ്ഞത് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 200 kg. അത്രേ ഉള്ളൂ അല്ലേ. 200 മുതൽ പെരിയ ബോട്ട് വരുമ്പോൾ 250 അന്ത റേഞ്ചിൽ വരുവാ. ഇത് ചേട്ടൻ്റെ കടയല്ലേ. ഓക്കെ. ഓ ശരി. ഇതെല്ലാം ബോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലേ? എല്ലാ ബോട്ടിൻ്റെ മാത്രമേ ഉള്ളൂ? എല്ലാത്തിനും ഉണ്ടോ? ശരി. ഓക്കെ. കംപ്ലീറ്റ് ഓയിലുകളാണ്. ഇവിടെ നോക്കെ ഫിഷിംഗ് ബോട്ടിൻ്റെ വിഞ്ചാണ്, വല ഇറക്കാനായിട്ട് ഉപയോഗിക്കുന്ന വിഞ്ചാണ്. അതിൻ്റെ മെയിൻ്റനൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കി അത് ക്ലീൻ ചെയ്യുന്നു. അങ്ങനെയുള്ള പല ജോലികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ബെയറിങ് നോക്കി, അതിൻ്റെ വലിപ്പം കണ്ടില്ലേ. ഇവിടെ നമുക്ക് ഫിഷിംഗ് ബോട്ടുകൾ റിപ്പയറിങ്ങിനായിട്ട് കൊണ്ടുവരുന്ന ഒരു വലിയൊരു യാർഡ് കാണാം. നിരവധി ബോട്ടുകൾ റിപ്പയറിങ്ങിനായിട്ട് കയറ്റിയിട്ടേക്കുന്നതാണ്. ഇവിടെ നോക്കിയ ഒരു ബോട്ട് റിപ്പയറിങ്ങിനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. എൻ്റെ മോനോ, ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ. ഏകദേശം ഒരു 2 നില കെട്ടിടത്തിൻ്റെ അത്രയും വലിപ്പം വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ട് നമുക്ക് ഈ ഡ്രൈ ഡോക്കിൽ കൊണ്ടുവരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്കിവിടെ കാണാം ഏകദേശം ഇതിൻ്റെ പണികളൊക്കെ തീരാറായിട്ടുണ്ട്. ഇതിൽ കാണുന്ന പ്രൊപ്പല്ലർ കണ്ടില്ലേ, ഇത് പുതിയ പ്രൊപ്പല്ലർ ഘടിപ്പിച്ചേക്കുന്നതാണ്. അതിൻ്റെ നിറമൊക്കെ നോക്കി. പ്രൊപ്പല്ലറും പിന്നെ ആ ഇരുമ്പ് തണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് നേരെ എൻജിനിലേക്ക് പോയിട്ട്
അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഇതിനെന്താണ് പറഞ്ഞാൽ ചുക്കായം അല്ലേ, ചുക്കായം എന്ന് പറയും, ചുക്കാൻ പ്ലേറ്റ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ സ്റ്റിയറിങ് തിരിക്കുന്നതനുസരിച്ച് ഇത് തിരിയും, അതാണ് ലെഫ്റ്റ് റൈറ്റൊക്കെ തിരിയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിക്കോളാനൊക്കെ പറഞ്ഞു കേട്ടോ, ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് കയറിയത്. ഓക്കെ, ആ ശരി ശരി, ആ ശരി ശരി. അപ്പോൾ ഇവിടെ ധാരാളം ബോട്ടുകൾ അത്തരത്തിൽ പണിയാനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. എൻ്റെ പൊന്നെ, എൻ്റെ വലിപ്പമാണേ ഉണ്ടോ, അത് ഒരു കൂറ്റൻ ബോട്ട് തന്നെയാണ്. ഇത് ഏകദേശം പണിയൊക്കെ കഴിയാറായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. പുതിയ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെള്ളത്തിലേക്ക് ഇറക്കുവാണ്. അവിടെ ഒത്തിരി ബോട്ടുകൾ കാണാം, ഹാർബർ. അപ്പോൾ ഈ അതായത് ഈ ഇതിനോട് ചേർന്നാണ് കരയിൽ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുന്നത് കേട്ടോ, വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട്. കാരണം പെട്ടെന്ന് എളുപ്പത്തിൽ ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ എറണാകുളത്തും ഒക്കെ ഇതിൻ്റെ ഈ ബോട്ടിൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല, എന്തായാലും ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കാണേണ്ടത് തന്നെയാണ്. ഫിഷിംഗ് ബോട്ടുകൾ, എത്ര ബോട്ടുകളാണ് നോക്കി ഇവിടെ നിർത്തിയേക്കണേ. അതിലിത് പേരൊക്കെ എഴുതുന്ന കാണാം, പെയിൻറ്റിങ് ജോലികളൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ ഒരു ബോട്ട് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് കാണാം കേട്ടോ. ഇവിടുത്തെ പുതിയൊരു ബോട്ട് നീരണിയതിന് മുന്നായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതായത് ഇതിൻ്റെ പണികളൊന്നും ആയിട്ടില്ല, ഇനി പെയിൻറ്റിങ് ജോലികളുണ്ട്, പിന്നെ ക്യാബിൻ വർക്കുകളുണ്ട്. അപ്പോൾ എന്നോട് ഇതിൽ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞേ, മേളിൽ നിന്ന് ഒരു പണി നടക്കുന്നുണ്ട്. അപ്പം അബദ്ധവശാലേ ഇരുമ്പിൻ്റെ കഷ്ണമൊക്കെ വീണാൽ നമ്മുടെ തലയിരിക്കും, ആകെ സീനാവും. പിന്നെ ഇതിൽ നടക്കുമ്പോഴൊക്കെ ഇവിടെ ഇരുമ്പിൻ്റെ പീസുകളൊക്കെ കിടക്കുന്നുണ്ട്, നോക്കി ഇടത്തിലെ കാലേ കുത്തി കയറും, അങ്ങനെയുള്ള റിസ്ക്കുകളും ഉണ്ട് ഇത് കാണുമ്പോൾ. ഇതൊക്കെ ബോട്ടിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, സ്ട്രക്ചർ കണ്ടോ, അതിൻ്റെ സ്കെൽട്ടൺ അടിച്ച് കൂട്ടി ഇങ്ങനെയൊക്കെ ഒത്തിരി പണികൾ ഇതിൽ ചെയ്യാനായിട്ട് കിടക്കുകയാണ്. പിന്നെ പഴയ ബോട്ടുകളൊക്കെ പൊളിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ പാർട്സുകളൊക്കെ ഇവിടെ ഇട്ടേക്കുന്നതാണ്. ക്യാബിൻ്റെയൊക്കെ ആ ഒരു പാർട്സുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. പണിതുകൊണ്ടിരിക്കുന്ന വലിയൊരു ബോട്ടിൻ്റെ അടിയിലൂടെയാണ് നടക്കുന്നത്. ഇതിങ്ങനെ ഇരുമ്പിൻ്റെ പ്ലേറ്റുകൾ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ സ്കെൽട്ടൺ അടിച്ചിട്ട് ഇതിങ്ങനെ ഇരുമ്പിൻ്റെ പ്ലേറ്റുകൾ ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് പീസുകൾ കാണാം, എല്ലാം അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് ഈ കാണുന്ന ഗ്യാപ്പുകളെല്ലാം വെൽഡ് ചെയ്ത് എല്ലാ ഗ്യാപ്പുകളും അടയ്ക്കും. ഉണ്ടോ, അനവധി കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് ഏകദേശം പൂർത്തിയായി കിടക്കുന്ന ഒരു ബോട്ടാണ്. അതിൻ്റെ മേളിൽ കയറാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇതിവിടെ ഒരു ഏണിയൊക്കെ ഉണ്ട്, താഴെ പോകില്ലായിരിക്കും അല്ലേ, സ്ട്രോങ് ആണോ? അങ്ങനെ മേളിലെത്തി കേട്ടോ. ഇച്ചിരി പേടിയുണ്ടായിരുന്നു, കാരണം ഇത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 നില വീടിൻ്റെ മേളിലേക്ക് കയറുന്ന അത്രയും ഹൈറ്റ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഏണി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മേളിലേക്ക് വരുന്നതോറും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സേഫായിട്ട് മേളിലെത്തി. ഈ ബോട്ട് ഇതിപ്പം നാളെ നീരിലിറക്കാൻ പോകുന്ന ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ അവസാനവട്ട ജോലികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതെ, അതിൻ്റെ മേളിലേക്ക് ഒരാൾ കയറി പോകുന്നു നോക്കി. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഹാർബർ കാണാം, ഇങ്ങനെ ബോട്ടുകളൊക്കെ നിരന്ന് കിടക്കുന്ന കാഴ്ചകളും. അതിനപ്പുറം കടൽ കണ്ട എത്ര മാത്രം ബോട്ടുകളാണെന്ന് നോക്കി പണിയാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, റിപ്പയറിങ്ങിനും. അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ടും ചെയ്യുന്നത് പുതിയ ബോട്ട് ബിൽഡ് ചെയ്യുകയാണ്. ഈ റിപ്പയറിങ്ങിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ ഇവിടെ പുതിയ ബോട്ട് ബിൽഡ് ചെയ്തിറക്കുന്ന ഒരു യാർഡാണിത്. അപ്പോൾ ബോട്ടിൻ്റെ മുൻവശത്തേക്ക് നമുക്കൊന്ന് പോവാം. ഇവിടെ നമുക്ക് വിഞ്ചൊക്കെ സ്ഥാപിച്ചേക്കുന്നതാണ് കേട്ടോ, പുതിയ വിഞ്ചുകൾ 2 2 വശങ്ങളിലുമായിട്ട്. ക്യാബിൻ്റെ ഒക്കെ പെയിൻറ്റിങ് ജോലികളെല്ലാം പൂർത്തിയായി കിടക്കുന്നുണ്ട്. പുതിയ ഗ്ലാസ്സൊക്കെ ഫിക്സ് ചെയ്തേക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ ഉള്ളിലാണ് ഫ്രാങ്ക് ഇരുന്നിട്ട് ഈ ബോട്ട് ഓടിക്കുന്നത്. നല്ലൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ട എത്ര ഗ്ലാസ്സുകളാണ് നോക്കിയേ ഫ്രണ്ടിലായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഉപകരണങ്ങളുണ്ട്, റഡാറ്, പിന്നെ ഈ മീനിൻ്റെയൊക്കെ ആ ഒരു ദിശയൊക്കെ അറിയാനായിട്ടുള്ള ഒത്തിരി ഉപകരണങ്ങൾ. അതിൻ്റെ പേര് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ പറഞ്ഞു തരാനായിട്ട്. ഓക്കെ, സ്റ്റിയറിങ് ഉണ്ടല്ലോ, സ്റ്റിയറിങ്ങും പിന്നെ ഇതിൻ്റെ ഫോർവേഡ് ബാക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യണ ലിവർ ഉണ്ടോ. അതുപോലെ തന്നെ ഈ ക്യാബിൻ്റെ അകത്ത് കുറേ സ്പേസ് ഉണ്ട് ബോട്ടിലെ ജോലിക്കാർക്കൊക്കെ ഇരിക്കാനുള്ള അതൊക്കെ ആയിട്ടുള്ളത്.
അതുപോലെ ഏറ്റവും മുൻവശമാണ് ഈ കാണുന്നത് കേട്ടോ ബോട്ടിൻ്റെ. കണ്ടില്ലേ? അതുപോലെ ബോട്ടിൻ്റെ അകത്ത് വലിയ സ്റ്റോറേജ് സ്പേസുകളുണ്ട്, മീനൊക്കെ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ടുള്ള ഐസ് റൂമുകൾ. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ, ഈ ബോട്ട് നാളെ നീട്ടിലിറക്കാനായിട്ടുള്ള ബോട്ടാണ്. എൻജിനെല്ലാം കയറ്റി സെറ്റായിരിക്കുന്ന ബോട്ടാണ്. ഇതുകൊണ്ടല്ലേ, ആ ബോട്ട് കംപ്ലീറ്റ്ലി ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്ന ബോട്ടാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം അതിൻ്റെ ചട്ടയൊക്കെ അടിച്ച് കംപ്ലീറ്റ് വർക്കും പെയിൻറ്റിങ്ങിന് മുൻപായിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ബോട്ടുകൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് ഈ ലാഡർ വഴി കയറാം. എന്തായാലും ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല തൽക്കാലം. ഇവിടെ നമുക്ക് ധാരാളം ബോട്ടുകൾ കാണാം. ഇതെല്ലാം തന്നെ ഈ ഡ്രൈ ഡോക്കിലേക്ക് കയറാനായിട്ട് കിടക്കുന്നതായിരിക്കും, റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അടുപ്പിച്ചേക്കുന്നതായിരിക്കാം. കണ്ടോ, അതിൻ്റെ പെയിൻ്റൊക്കെ മങ്ങി ചെറിയ രീതിയിലുള്ള പാച്ച് വർക്കുകളും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ടാണ് ഇവിടേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹാർബറുണ്ട്. ആ ഹാർബർ ഇതിൻ്റെ അടുത്തായിട്ടാണ്, ഒത്തിരി ദൂരമൊന്നും ഇല്ലയെന്ന് പറഞ്ഞേ. എന്തോരം ബോട്ടുകളാണ് നോക്കി. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ, വെള്ളത്തിൽ വെച്ചുകൊണ്ട് തന്നെ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പെയിൻറ്റിങ് പോലെയുള്ള ചെറിയ ചെറിയ ജോലികളും ചെയ്യുന്നുണ്ട്. മേജറായിട്ടുള്ള വർക്ക് വരുമ്പോഴാണ് ഈ ആടിലേക്ക് കയറ്റിയിടുന്നത്. ശരിക്കും നമ്മൾ ഈ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടും കരയിൽ കിടക്കുന്ന ബോട്ടും തമ്മിൽ രണ്ടോടെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു വലിപ്പം എൻ്റെ പൊന്നെ ഈ കാണണമെന്നും അല്ല കേട്ടോ. ഇതിൻ്റെ കുറേ വെള്ളത്തിലേക്ക് ആഴ്ന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് അത്രയും വലിപ്പം തോന്നില്ല. പക്ഷേ അത് ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോഴാണ് എത്ര മാത്രം വലിപ്പമുള്ള ബോട്ടുകളാണ്. ഇതെല്ലാം പല വലിപ്പത്തിലുള്ള ബോട്ടുകളാണ് കേട്ടോ. എല്ലാം ഒരേ വലിപ്പമൊന്നുമല്ല, പല വലിപ്പത്തിലുള്ള ബോട്ടുകൾ നമുക്കിവിടെ കാണാം. അണ്ണാ, ഇതെല്ലാം റിപ്പയറിങ്ങിന് വന്നേക്കുന്നത് അല്ലേ? ഇല്ല, ഇതെല്ലാം റെഡിയാക്കി ഇട്ടേക്കുന്നതാണോ? ഓ ശരി ശരി. ഇതെല്ലാം ഇവിടെ റിപ്പയർ പണിയ ബോട്ടുകളാണ് അല്ലേ? ആ ഓക്കെ. അപ്പോൾ അതെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ശരി ശരി. ഓക്കെ, എല്ലാം കണ്ടീഷൻ ചെയ്തിട്ടേക്കുന്നതാണ്. അതെ അല്ലേ? ഇതൊരു പുതുസാ ബോട്ട് ബിൽഡ് പണി എவ்வளோ നാളാവും? 6 months. 6 months. 6 മാസം. മിനിമം 6 മാസം ആവുക. മിനിമം 6 മാസം. ശരി ശരി. അതൊക്കെ അതിൻ്റെ റേറ്റൊക്കെ അപ്രോക്സിമേറ്റ്ലി എവ്വളാവും? 1,10 ബോട്ട് മട്ടും. ഇതിൽ എക്സ്ട്രാ ഇഞ്ചിന് അതെല്ലാം ചേർത്താൽ 1,50. 1,50 lakh അല്ലേ? 1.5 കോടി രൂപ വരുമെന്ന് പറഞ്ഞ് ബോട്ടും അതിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം വരും. പിന്നെ വലയൊക്കെ വേറെ സെപ്പറേറ്റ് വരും. അപ്പോൾ നല്ല ഫണ്ട് മുടക്കിയിട്ടാണെന്ന് ഓർക്കണം ഇങ്ങനെ ഒരു ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. ആലോചിച്ച് നോക്കുക. എൻജിൻ ക്യാബിനാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ അകത്തുള്ള മെയിൻ്റനൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പൈപ്പുകളൊക്കെ വെൽഡ് ചെയ്ത് ഇറക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കൂടുതലും ബോട്ടുകളുടെ എൻജിൻ വെയ്ച്ചായി എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. അത് പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് അങ്ങനെയാണോ എന്നറിയില്ല. കണ്ടോ, ആ കാണുന്ന എൻജിനൊക്കെ ആ ഒരു ബ്രാൻഡിൻ്റെയാണ്. WEICHAI എന്നാണ് അതിൻ്റെ സ്പെല്ലിങ് വരുന്നത് കേട്ടോ. വെയ്ച്ചായി എന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ അത് പ്രൊണൗൺസ് ചെയ്യണമെന്ന് അറിയില്ല. അതിൽ അങ്ങനത്തെ എൻജിനാണ് ഇവിടെയുള്ള കൂടുതലും ഇങ്ങനെ, അതായത് ഈ മറൈൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻജിനാണ്. അതിന് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ലൈലാൻഡിൻ്റെ എൻജിനും ഉണ്ട് കേട്ടോ. ലൈലാൻഡിൻ്റെ എൻജിനും മറൈൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളിനി അക്കരപ്പേട്ടയിലെ ഒരു മുക്കുവ ഗ്രാമത്തിലേക്കാണ് ഇറങ്ങി ചെല്ലാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് നോക്കിയാൽ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്നത് കാണാം. അപ്പോൾ അതാണ് നാഗപട്ടണം ഫിഷിംഗ് ഹാർബർ. അപ്പോൾ രാവിലെ വന്നാൽ അവിടെ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ കുറേ ഷെഡുകൾ, കുറേ കൂരകൾ നമുക്ക് കാണാം. അത് ഈ പച്ച മീനുകളെല്ലാം കൊണ്ടുവന്നിട്ട് ഉണക്കിയെടുക്കുന്ന സ്ഥലങ്ങളാണ്. കരുവാട് നിർമ്മിക്കുന്ന ഇടങ്ങളാണ് ആ കാണുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഇറങ്ങി ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഈ കടലിലൊക്കെ പോകുന്നവർ താമസിക്കുന്ന നിരവധി വീടുകളൊക്കെ നമുക്കിത് ഇതിനുള്ളിലായിട്ട് കാണാം. ഈ പാലത്തിൻ്റെ അടിയിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കരുവാടുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എത്താം. ഇതൊക്കെ ഭയങ്കരമായിട്ടും വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. മൊത്തം അഴുക്കാണേ, എല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്നൊരു സ്ഥലമാണ്. ഇതിലൊരു അഴുക്ക് ചാലൊഴുകി പോകുന്നു. ഈ കോമ്പൗണ്ടിലാണ് ഈ മീനുകളൊക്കെ ഉണക്കിയെടുക്കുന്നത്. ഇവിടെ നല്ല വെയിലല്ലേ, പുറത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇതേ ഇവിടെ മീനൊക്കെ ഉണങ്ങി ഇട്ടേക്കുന്നത് കാണാം. പാമ്പാട, അതുകൊണ്ടല്ലേ പാമ്പാടയാണ് ഇട്ടേക്കുന്നത്.
വെറുതെ ഇത് നിലത്തുകൊണ്ടിട്ടേക്കുവാണേ, നോക്കി. ഇങ്ങനെയുള്ള കൂരകൾ ഒരുപാടുണ്ട്. ഇപ്പം നിലവിലിവിടെ വർക്ക് കുറവാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ സീസൺ അല്ലെന്ന് പറഞ്ഞേ. സീസണുള്ള ടൈമിൽ ഇവിടെയൊക്കെ നിറയെ കാണാം ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത്. എന്നാലും ചെറിയ രീതിയിലുള്ള ജോലികളൊക്കെ നടക്കുന്നുണ്ട്. ഇതവിടെ കുറേ പേരിരുന്ന് ജോലികളൊക്കെ ചെയ്യുന്നുണ്ടേ. ഇതൊക്കെ ഈ മീൻ ഉണങ്ങുന്ന ഈ തറയിലിട്ടാണ് ഉണങ്ങുന്നത്. ഇവിടെ പാമ്പാടയാണ്. പാമ്പാട. പാമ്പാട് കരുവാട് തമിഴിലെല്ലാം സുല്ലുവാങ്ക വാള. ഇത് പാമ്പാടയല്ല വാളയാന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ പാമ്പാട തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഇവർ വാളയെന്നാണ്. വാള. കേരളാവിൽ ഇത് പാമ്പാടെന്ന് ചൊല്ലും. കേരളാവിൽ പാമ്പാട. വാളേ. ഇത് വില മുടിച്ചാ ഇത്? ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് എന്നാ പണ്ണു അത്? ഇത് ഉണങ്ങി കഴിഞ്ഞാണ് അവരെന്നിട്ട് ഇത് അടുക്കി വെച്ചിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ടുള്ള ജോലികളാണ് ഇവിടെ നടക്കുന്നത്. കണ്ടില്ല, ആ മീനുകളൊക്കെ കൃത്യമായിട്ട് അടുക്കി വെച്ചേക്കുന്നുണ്ടല്ലോ. കൂടയിലാക്കുവാണേ. ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ വീപ്പകളൊക്കെ വെച്ചേക്കുന്നത് കാണാം. இது எதுக்கா யூஸ் பண்ணுது? மீன் கொட்டி பச்சை மீன் வருதுல, அத கொட்டி உப்பு போட்டு வச்சு அலசி காய வச்சு சந்தைக்கு அனுப்பி. ശരി ശരി. ഉപ്പൊക്കെ നിറച്ച് അതിൽ പച്ചമീൻ ഇടാനായിട്ട് വെച്ചേക്കുന്നത്. ഇപ്പം സീസൺ അല്ല. ഇപ്പം സീസൺ അല്ല. 15 നാൾ ഇനി കഴിയണം. ഓക്കെ. ഇനിയും 15 ദിവസം കഴിഞ്ഞാൽ. ഇപ്പം ഇങ്ങനെ ഒരേ ഫിഷ് താൻ ഇത് മറ്റും താൻ വേറെ ഇറക്കാ. അപ്പോൾ ഈ മീനൊക്കെ ഉണങ്ങിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള പുരകളാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഓല മേഞ്ഞേക്കുന്നത് താമസിക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പം ഈ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയാണ് പച്ചമീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഇവർ അതിൻ്റെ ബാക്കി എല്ലാ പരിപാടികളും നടക്കുന്നതാണ്. എന്നിട്ട് ഉണങ്ങാനായിട്ട് ഇടുന്ന തറകൾ, ഇങ്ങനെ തറകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിലിട്ടാണ് ഉണങ്ങിയെടുക്കുന്നത്. ഉപ്പ് എല്ലാം ചേർത്ത് അങ്ങനെ വെയിലത്ത് ഉണങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പാമ്പാടയാണ് കണ്ടതെങ്കിൽ ഇവിടെ ഈ കാണുന്നത് കൊഴുവ, ഒഴുക, നത്തോലി, ചൂട, പൊടിമീൻ എന്നൊക്കെ നിരവധി പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഞങ്ങളൊക്കെ ഒഴുക എന്ന് പറയും. കണ്ടോ, ഈ മീനാണ്. ഇതിന് ചെറിയ പച്ചപ്പ് മാറിയിട്ടില്ല. അതങ്ങനെ ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുകയാണ്. കണ്ടോ, ഉപ്പൊക്കെ കിടക്കുന്നത് കാണാം. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ഈ ചുമ്മാ ഈ നിലത്ത് കൊണ്ട് വിതറിയേക്കുകയാണേ. ഒരു പടുതിയോ ചാക്കോ ഒന്നും വെച്ചിട്ടില്ല. വെറുതെ ഇങ്ങനെ ആ മണ്ണിലേക്ക് കൊണ്ട് വിതറിയിട്ടേക്കുവാണ്. എൻ്റെ പൊന്നെ, ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച് കഴിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഇതിന് വേളിക്കൂടി പട്ടി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കയറി നടക്കില്ലേ. അയ്യോ, ഭയങ്കര വൃത്തിഹീനമായ ഒരു ചുറ്റുപാടിലാണ് ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്ക് എൻ്റെ പൊന്നെ. ഇത് എത്ര നാളാച്ച് കായ വെച്ചിട്ട്? ഓക്കെ. ഇത് ഇന്നിട്ടേ ഉള്ളൂ. എത്ര നാള് വേണം ഇത്? നാളേക്കാവുക. ഇത് ഇന്നിട്ടേ ഉള്ളൂ. ഇന്ന് 11 മണിയായപ്പം ഇട്ടിട്ടേ ഉള്ളൂ. ഇനി ഉപ്പ് വേണ്ടവാ? ഇത് ഉപ്പ് ചേർത്തല്ല കേട്ടോ. ഇതെന്താ ഇതൊക്കെ ഉപ്പിട്ടേക്കണേ? ഉപ്പ് പോട്ടിരിക്കുന്നത് എന്തിനാ? എതുക്കാ അത്? മണ്ണ് തട്ടായിരിക്കാനാ? மண்ணு ஒட்டுமணு கீழே தண்ணி தொளிச்சியா அது மேல உப்பை போட்டு அது மேல மீனை தொளிப்போம். മണ്ണ് வந்து അതിൽ ഒട്ടായിരിക്കും. മണ്ണൊട്ടാതിരിക്കാനായിട്ട്. ശരി ശരി. അതായത് ഈ മീനില്ലേ, ഈ ചെറിയ മീൻ ഇത് ഉപ്പിട്ടല്ല, അതായത് ഉപ്പ് മീനല്ല കേട്ടോ. വെറുതെ ഇത് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചന്തയിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എണ്ണ കിടക്കും കിലോയ്ക്ക്? കിലോ 300 രൂപ വെച്ചാൽ தான் முதல், இல்லைன்னா எடுக்க முடியாது. இதை முன்ன மொத்தமா வாங்கி எடையே போட்டு பார்த்தால லாபம் இருந்தா தான் போச்சு, இல்லைன்னா இல்லை. லாபம் கிடைக்கல. லாபம் இதுல எல்லாம் இருக்காருப்பா, விலை கூட்டி இப்போ அந்த சீசன் இல்லை. இப்ப சீசன் முடிச்சா அதனால வந்து 60 ரூபா 50 ரூபாய்க்கு எடுத்தா நமக்கு லாபம் கிடைக்கும். 60 രൂപ 50 രൂപയ്ക്ക് എടുത്താൽ ലാഭം കിടക്കും. இது 80 ரூபா. 80 രൂപ കിലോ. 80 ரூபா. பச்சை 80 രൂപ. ஆமா, காய வச்சு நம்ம வித்தாக்கா 300 ரூபா வித்தாதான் முதல்ல. 300 രൂപ നമുക്ക് കിട്ടണം അല്ലേ? 300 ரூபாய்க்கு வித்தாதான் முதல்ல எடுக்க. ശരി ശരി. അക്ക ഇങ്ങ നായ പൂന എതുമേ വരാതാ? ഒന്ന് രണ്ട് വെറൈറ്റിയും കൂടെ നിലവിലിപ്പം ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്നാ മീനാക്ക ഇത്? ഇതെന്നാ മീനാ? ഏതാ? പന്നാ മീൻ. വജ്രം മീൻ.
ഇത് പന്ന പന്ന ആ അല്ല ഇങ്ങനെ നടുവെ പിളർന്നാണ് ഇട്ടിരിക്കുന്നത്. ഇതെന്നാ മീനത്? കീച്ച. ഓക്കെ, ഓരോരോ പേരുകൾ പറയുന്നുണ്ട്. ഇത് കീച്ച കീച്ച എന്ന് പറഞ്ഞൊരു മീനാണ്. നമ്മുടെ നാട്ടിൽ വേറെ പേരായിരിക്കും. ഉണക്കമീനും നല്ല കപ്പ പുഴുങ്ങിയതോടെ കൂട്ടി അങ്ങ് പിടിക്കണമല്ല, എന്നാ രുചിയാ. ഇവിടെ നീ വരുന്ന മീനുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ രുചികരമായിട്ട് കഴിക്കുന്നത് എന്നിവിടെ ആലോചിച്ച് നോക്കുക കേട്ടോ. എൻ്റെ പൊന്നെ, അല്ല ഞാൻ ചോദിച്ചു ഈ പട്ടിയും പൂച്ചയൊന്നും ഇവിടെ വരില്ല. വരില്ലെന്നാണ് പറഞ്ഞത്. മീനിൻ്റെ മണം അടിച്ചാൽ പൂച്ച പട്ടിയൊക്കെ വരാതിരിക്കും അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഈ ഉണക്കമീനൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് ഉണങ്ങിത്തരുന്ന സ്ഥലം എവിടെ ഉള്ളത് കാണും. ഇവിടെ ഒരു പാട്ടി ഇരുന്നിട്ട് പച്ചമീൻ അത് ക്ലീൻ ചെയ്യുവാണേ, ഉണങ്ങാനായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതിൻ്റെ ചിറക് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റും. ഇതെന്നാ മീനത്? കളുത്തി. ഓക്കെ, വിചിത്രമായിട്ടുള്ള പേരുകളാണ്. ഈ കൂരിയാന്ന് തോന്നുന്നു. നമ്മൾ കൂരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മീനാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളെല്ലാം മാറ്റി കിട്ടുന്നുണ്ടല്ലേ, ഉള്ളിലെ വേസ്റ്റുകളെല്ലാം കളഞ്ഞിട്ടാണ് ഇവർ ഉണങ്ങാനിടുന്നത്. ഇങ്ങനെ ഒരു കീറ് കേട്ടോ, കണ്ടോ? അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിറയെ മീനുകൾ ഉണ്ടെന്ന് ഉണക്കുന്ന ആ ഒരു ജോലി കാണാൻ പറ്റിയാണ്. ഇപ്പോൾ ഈ വലിയ ബോട്ടുകൾ വിടില്ല കേട്ടോ. ഇപ്പോൾ ചെറിയ ബോട്ടുകളിൽ വരുന്ന മീനുകളാണ് ഇപ്പം നിലവിൽ ഈ ഹാർബറിലേക്ക് അടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പ്രോസസ്സ് ഇപ്പം വലിയ രീതിയിൽ നടക്കാത്തത്, ഈ മീൻ ഉണങ്ങുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹാർബർ. അപ്പോൾ ഈ ഹാർബറിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ പോയ ഒരു യാർഡുള്ളത് കേട്ടോ. ആ പാലം കണ്ടില്ലേ, ആ പാലത്തിൻ്റെ അപ്പുറത്താണുള്ളത്. ഇവിടെ ഈ വൻകിട രീതിയിൽ ഈ കരിവാട് ഉണങ്ങി ബിസിനസ് നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ട പാട്ടിമാരെ പോലെ ഉള്ളവർ, പ്രായം ചെന്നവർ കുറച്ച് മീനുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ സ്വന്തം ഇങ്ങനെ ഉണക്കി എടുത്ത് ചന്തയിലൊക്കെ കൊണ്ടുവന്നവരുമായിട്ടുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേളാങ്കണ്ണി വീഡിയോ ചെയ്യാനായിട്ട് വന്നപ്പം പാപ്പാക്കോവിൽ എന്ന ഗ്രാമത്തിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ നിരവധി പേര് ഈ മീൻ വിൽക്കുന്ന കണ്ടില്ലായിരുന്നോ? അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ഉണങ്ങി കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ പല ഭാഗത്തേക്കും ഈ ഒരു ലൊക്കാലിറ്റി തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ കരിവാട് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഹാർബറിനോട് ചേർന്ന് മീൻ ഉണക്കിയെടുക്കുന്ന ഇടങ്ങളുമുണ്ട്. പിന്നെ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളൊക്കെ ഈ ഒരു നാഗപട്ടണം ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ട് ഇവിടുന്ന്, പച്ചമീനും ഉണക്കമീനൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വിൽക്കുന്നുമുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഈ ഇങ്ങനെയുള്ള ചെയ്യുന്ന മീനുകളൊക്കെയാണെന്ന് തോന്നുന്നു നമ്മൾ ഭക്ഷിക്കുന്നത്, നമുക്ക് കിട്ടുന്ന മീനുകളൊക്കെ. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്ന് ഞാനിങ്ങനെ കരുതുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതൊന്നും ചിന്തിക്കാറില്ലല്ലേ, അത് തന്നെയാണ്. നമ്മൾ ആ ഒരു രുചിയിലങ്ങ് മതിമറന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുറച്ച് കപ്പപ്പുഴുക്കും ഉണക്കയും വറുത്തോടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ? അപ്പൊ ഇന്താ മീനൊക്കെ എങ്കെന്ന് പറഞ്ഞത്? കേരളാവിന്ന്. അപ്പൊ ഈ ഒഴുകമീനിൽ ഇപ്പൊ ഈ നത്തോലി ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന മീനുകളാണെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ബോട്ടുകൾ ഇപ്പൊ പോവാത്ത പക്ഷം 2 മാസം അവര് ചൊല്ലിയാച്ച് இந்த கம்ப்ளீட் மீன் கேரளா இது வரும். அதான் இது மட்டும்தான் இந்த இது. அப்போ இந்த இது மீனொക്കെயா? இது வந்து இப்போ சின்ன போட் இருக்குல்ல, அது கிட்ட போய் அது கொஞ்சம் கொஞ்சமா பிடிச்சிடும். ഓ ശരി. അപ്പോൾ അതായത് ഇപ്പോൾ കാണുന്ന നമ്മൾ ഈ കാണുന്ന നത്തോലി ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടിരുന്നതാണ്. ബാക്കിയുള്ള ഇവിടെ കാണുന്ന മീനുകളെല്ലാം ഇവിടുന്ന്, അതായത് ചെറിയ ബോട്ടുകളിലൊക്കെ പോയി കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ ട്രോളിങ് ഇപ്പോൾ എന്നാ പ്രശ്നം ഇருக்கு? ഇപ്പോൾ പെരിയ ബോട്ട് കടലുക്കുള്ള പോകാത്തതിന് അത് മീൻ വളക്ക 2 മാസം. ശരി, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രജനന കാലഘട്ടം ആയതുകൊണ്ടാണ് ഇപ്പോൾ 2 മാസം. അതുകൊണ്ട് വില കമ്മിയാ നമുക്ക്? அங்கிருந்து விலை அது அங்க கம்மிலாம் சொல்ல முடியாது. இல்லன்றனால ரொம்ப எங்களுக்கு கஷ்டம். அதனால ஏதோ கொஞ்சம் எடுத்து வந்து கொடுக்கறதுனால சரி ஓகே. ஏன்னா 2 மாசம்ல, 2 மாசம் அந்த 60 அந்த காசு வச்சு எங்களால கொடுக்குறாங்க 5000 ரூபாய். அப்போ அது கொடுத்தா எங்களுக்கு கட்டுப்படி ஆகுமா? இருந்தாலும் இது ஓனர் இருக்கா? அதான் நீங்க சொந்த இந்த வேலை பண்ண? இந்த வேலை நாங்களும் வாங்கி நீங்கள் தான் வாங்கி அங்க இருந்து எடுத்துட்டு வர்றாங்க. நீங்க எடுத்து வந்து கொடுத்தா நாங்க வாங்கி இத காய வச்சு. சரி. ഒരു ചാമ്പ് പൈപ്പ് കണ്ടിട്ട് ചാമ്പി നോക്കിയതാണേ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. நிறைய திட்டு போகும். இருந்தாலும் பயம் பத்தணும். திருட்டு போவாங்க. ஓ அப்படியா?
கரண்ட் கொடுக்க மாட்டாங்க எங்களுக்கு. ആ கரண்ட் கொடுத்தா பயம் இல்லாம இங்கே இருக்கலாம். ഓക്കെ ഓക്കെ ഇവിടുന്ന് കട്ടുകൊണ്ട് പോകുന്നത് കാരണം ഇതിന് വലിയ അടച്ചുറപ്പൊന്നുമില്ല. അത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഈ പുറത്തൊക്കെ ആയിട്ടാണ് ഈ മീനുകൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ കാവൽ കിടക്കാനായിട്ട് പുറത്തൊരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. நிறைய கொசு கடிக்கும்ல, கொசுல போட்டு நிறைய மீன் வர போட்டு நிறைய போகும்போது இங்க 2 பேர் இருப்போம். நைட்ல எல்லாம் அந்த மழையில இருந்தாலும் மீன் கிடக்கும், அறுவடை எல்லாம் கிடக்கும், திருட்டு போயிடுவோன்னு பயம். வீட்டுல இருந்து 2 பேரும் இங்க வந்து படுத்து கிடக்கும். உங்களோட வீடு எங்க? அங்க இருக்கு. அங்க இது அப்புறம் இருக்கா? അയ്യോ നിങ്ങൾ ഇവരുടെ മീനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് വേണം കേട്ടോ. ആലോചിച്ച് നോക്കി, ഇവർക്ക് വലിയ ലാഭമൊന്നും കിട്ടില്ല. അതിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതല്ല. ഇത് കണ്ടില്ലേ, ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുന്നേ ഇവിടെ തൂക്കമൊക്കെ നോക്കി അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കുട്ടകളിലാക്കിയിട്ടാണ് ഇവർ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന കൂരകളെല്ലാം തന്നെ ഈ മീനുകൾ സൂക്ഷിച്ച് വയ്ക്കാനായിട്ടുള്ളതാണ്. ഇവർക്ക് താമസിക്കാനുള്ളതല്ല, പക്ഷേ ഇവിടെ ഇവരെപ്പോഴും ഉണ്ടാവും കേട്ടോ. രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മീൻ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകും. അക്ക നിങ്ങൾ കറണ്ടിന് ബദലായിട്ട് എന്നാ യൂസ് பண்ணுவீங்க? தண்ணி அடி பைப்பு தண்ணி இருக்கு பாரு, போர் இறக்கி தண்ணியில தான் நாங்க அந்த இதில் அடிச்சு தான் நாங்க மீன் அலசுவோம், சுத்தமா அலசுவோம். கீழே வந்து பாய் போட்டு அந்த பாய் அந்த கீழே பாய் போட்டு அதுக்கு மேல நம்ம சணல் சாக்கு போட்டு அது மேல தான் மணல்லாம் போட மாட்டேன். എങ്കിൽ സുത്തമാ തണ്ണി അത് தண்ணி சுத்த அடி பைப்பு தான் அடி. ഇവർക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അടിക്കുന്ന പൈപ്പ്, ചാമ്പുന്ന പൈപ്പ് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ വെള്ളം എടുക്കുന്നത്. പക്ഷേ ഇതിലിപ്പം നിലവിൽ അടിച്ചിട്ട് വെള്ളമൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത് കേട്ടോ. ഇങ്ങനെയുള്ള പടുതൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിലിട്ടാണ് ഉണങ്ങുന്നതെന്നാണ് പറയുന്നത്. എല്ലാ മീനുകളൊന്നും അങ്ങനെ ആയിരിക്കില്ല, നമ്മൾ കണ്ടില്ലേ. അങ്ങനെ വീണ്ടും നാഗപട്ടണം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നാഗപട്ടണം ന്യൂ ബസ് സ്റ്റാൻഡ് എന്നാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു മോസ്ക് നമുക്ക് കാണാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മോസ്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ നിലകളിലായിട്ട് പച്ച കളറൊക്കെ അടിച്ചിട്ട് മേളിൽ മിനാരങ്ങളൊക്കെ നമുക്ക് കാണാം. മുഹ്യദ്ദീൻ ജാമിയ മസ്ജിദ് എന്നാണ് ഈ മോസ്ക് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പതുക്കെ വെയിലൊക്കെ താണു തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേര സമയം ആകാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചൂടിന് ഒരല്പം ആശ്വാസമൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത് കേട്ടോ. നമ്മളവിടെ കണ്ട ആ വലിയ ബോട്ടുകളില്ലേ, ഇങ്ങനെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് ഡ്രൈ ഡോക്ക് ചെയ്തിരിക്കുന്ന ബോട്ടുകൾ, ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ 2 മാസത്തേക്ക് മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ വലിയ ബോട്ടുകൾ ഉൾക്കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുന്നില്ലല്ലോ. അതിന് പകരമായിട്ട് ചെറിയ ബോട്ടുകളാണ് പോകുന്നത്. അപ്പോൾ ആ 2 മാസ കാലയളവ് കൊണ്ട് ഇവർ ബോട്ടിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി ഇറക്കും. അപ്പോൾ അല്പദൂരം നടന്നത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് ആ കാണുന്ന വഴി അതിൽ അല്പദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് നാഗപട്ടണം ബീച്ചിലേക്ക് എത്താം. ഇപ്പം എന്തായാലും വൈകുന്നേരം സമയം ആയതുകൊണ്ട് ബീച്ചിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, വൈബായിരിക്കും. നടക്കാനുള്ള ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് ഇവിടെ പോകുന്ന വഴിക്ക് നിരവധി ഫ്ലാറ്റുകളൊക്കെ കാണാം. കണ്ടിട്ട് സമ്പന്നന്മാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ന്യൂ ബീച്ച് റോഡെന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഈ സമ്പന്നന്മാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് ഞാനിങ്ങനെ കരുതുന്നത് കേട്ടോ. കണ്ടേ കാണുന്ന വലിയ വീടുകളൊക്കെ അതിൻ്റെ ഒരു സൂചനയാണ്. ഇവിടെ ചെറിയ വീടുകളൊന്നുമില്ല, എല്ലാം ഇങ്ങനെ വലിയ 2 നില കെട്ടിടങ്ങളൊക്കെയാണ് കൂടുതലും കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ആർച്ചുണ്ട്, ബീച്ചിലേക്ക് ഉള്ള പ്രവേശന കവാടമാണെന്ന് തോന്നുന്നു. സർ ഐസക് ന്യൂട്ടൺ മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ആർച്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം ആ ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത് പാപ്പാക്കോവിൽ എന്ന സ്ഥലത്താണ്. ഇവിടെ ഈ ആർച്ച് വെച്ചേക്കുന്നത് എന്തിനായിരിക്കും? ആ കോളേജ് ഇവിടെ ഇല്ലാത്ത പക്ഷം. ഇത് കണ്ടില്ല, ഇങ്ങനെയുള്ള വലിയ വലിയ വീടുകൾ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ. ഇതോരോ ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്ന ഓരോ വീടുകളൊക്കെയാണ്, വക്കീലന്മാരും ഒക്കെ. എൻ്റെ ബോർഡുകളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. വെയിലൊക്കെ മാറിയിട്ട് അന്തരീക്ഷം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ വീശുന്ന കാറ്റിന് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ദേ ആ ഒരു ഭാഗത്താണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ദേ ട്രാക്കിലൊക്കെ പിള്ളേർ കളിക്കുന്നതൊക്കെ ഇവിടെ. അപ്പോൾ അതങ്ങനെ നേരെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിട്ട് ഈ പാത അങ്ങനെ കടന്നു പോകുന്നത് സിംഗിൾ ട്രാക്കാണ്. അസ്തമയ സൂര്യൻ വരവ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് നല്ല പക്കയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിവിടെ ധാരാളം കടകളൊക്കെ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് വിൽക്കുന്നതും പാനിപൂരി. നമ്മൾ ബീച്ചുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന രീതിയിലുള്ള ചെറിയ കടകളൊക്കെ. പക്ഷേ ഈ ടൂറിസ്റ്റുകളൊന്നും അധികം വരുന്നൊരു ബീച്ചല്ല എന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ. കൂടുതൽ ഈ പ്രാദേശികരായിട്ടുള്ളവരാണ് ഇവിടെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഗ്രൗണ്ട്
വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഈ കടലിലെ വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ക്രിക്കറ്റ് അങ്ങനെയുള്ള കളികളൊക്കെ നടക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഊഞ്ഞാൽ നമുക്ക് കാണാം. ഈ ഊഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി കണ്ടോ, ഇത് കല്ലാണ്. അതെ, കല്ല് കെട്ടി വെച്ചേക്കുകയാണ്. കൊള്ളാമല്ലേ? കണ്ടോ, വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു ഗ്രൗണ്ടായി മാറിയേക്കുകയാണ് ഈ പ്രദേശം. ഇതൊക്കെ ധാരാളം പേരെ കാണാം കേട്ടോ ക്രിക്കറ്റ് കളിക്കുന്നത്. അങ്ങ് ദൂരെയൊക്കെ ഒത്തിരി പേര് എന്തൊക്കെ കളികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇവിടെ ടൂർണമെന്റ് നടക്കുന്നുണ്ടല്ലേ? അവിടെയാണ് ടൂർണമെന്റ്. ഇവിടെ വെറുതെ കളിക്കാണ്. ഇതൊക്കെ ഒരു സീസൺ കഴിയുമ്പോ ഇവിടെ വെള്ളം ഉണ്ടാവും. വെള്ളം കയറി വരും അല്ലേ? ഇത് സമ്മർ ആയതുകൊണ്ട് വെള്ളമൊക്കെ നല്ല ഉറപ്പുണ്ടോ മണ്ണിന്? അല്ല കളിക്കാം അല്ലേ? നല്ലോണം കളിക്കാം. ബാളിന് നല്ല ബൗൺസ് ഉണ്ടല്ലേ, അതുകൊണ്ടാണ് അവിടെ ഒക്കെ ടൂർണമെന്റ് ഒക്കെ നടക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ബീച്ചാണോ? അതെല്ലേ? ഇതാണ് നാഗപട്ടണത്തിന്റെ മെയിൻ ബീച്ച്. അതെയോ, നാഗപട്ടണം മെയിൻ ബീച്ച് അല്ലേ? ഈ ബീച്ചിന്റെ പേരെന്താ? ഇതൊക്കെ മെയിൻ ബീച്ച്, ന്യൂ ബീച്ച്. ന്യൂ ബീച്ച്. ആ ശരി ശരി, ഞാൻ ആ ബോർഡ് കണ്ടായിരുന്നു. ഇതൊക്കെ ന്യൂ ബീച്ചിനെ വിളിക്കും. ഇതിന്റെ തൊട്ടടുത്ത് മറ്റൊരു ബീച്ച് ഉണ്ട്, അത് ഓൾഡ് ബീച്ചിനെ വിളിക്കും. അതൊക്കെ അത്രയ്ക്ക് ആൾക്കാർ ഇല്ല. ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു വലിയ മത്സ്യബന്ധന ബോട്ട് തറ പറ്റി കിടക്കുന്നുണ്ടേ. അതിങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ വെള്ളം ഉണ്ടായ സമയത്ത് കെട്ടിയിട്ടേക്കുന്നതായിരിക്കും കേട്ടോ. വെള്ളം ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഇത് ഇനി എങ്ങനെ ഇറങ്ങിക്കൊണ്ട് പോകും ഇവിടെ വെള്ളം നിറയാതെ? ഗ്രൗണ്ടിൽ അങ്ങനെ ഉറച്ച് കിടക്കുവാണ്. ഗ്രൗണ്ടൊന്നും അല്ല കേട്ടോ, ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും കടലിക്കോടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെള്ളം കയറാതെ ഇത് കടലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയാണ്. കാരണം നല്ല വെയിറ്റ് വരും. അതെയോ ഇതിനെന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഇട്ടേക്കുന്നതാണോ? എന്തായാലും അതങ്ങനെ കിടക്കുവാണ് അവിടെ. ഇതിൽ ഈ ബൈക്കുകളൊക്കെ ഇറക്കുന്നുണ്ടേ കണ്ടോ, ടയറിൻ്റെ പാട് കാണാം. അപ്പോൾ മണ്ണിന് ഉറപ്പുണ്ട്, അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷേ അങ്ങ് നടക്കും തോറും ഇതേ ചെറുതായിട്ട് കാല് താന്നു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറി ഈ ഉണ്ടോ, ഈ ഇടയ്ക്ക് കയറി വന്നേക്കുന്നതാണ്, കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ വെള്ളം ഇറങ്ങി കിടക്കണതുകൊണ്ടാണ്. നല്ല മഴ സീസണിൽ ഇവിടെയൊക്കെ വെള്ളം വന്ന് മൂടിപ്പോവും. ഇതിങ്ങനെ ഒരു തടാകം പോലെ കിടക്കുവാണ്. അപ്പം നാഗപട്ടണത്തെ ന്യൂ ബീച്ച്. ഞാൻ ആദ്യം ടൂറിസ്റ്റുകളൊന്നും ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷെ എങ്കിലും കൂടുതലും ഇവിടെ ഉള്ളവരാണ് ഈ ബീച്ചിൽ വന്നേക്കുന്നത്. ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് അങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ബീച്ചിൻ്റെ പരിസരത്തായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതെ, ബാറ്ററി കാറുകളൊക്കെ ഇവിടെ വന്നാൽ ഓടിക്കാം. അതിന് പ്രത്യേകം ട്രാക്കൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. കൊള്ളാം. അതുപോലെ ഊഞ്ഞാലുകൾ, സ്ലൈഡുകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വലിയൊരു ലൈറ്റ് ടവർ കാണാം. നേരം പോയത് കൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ നമുക്കിവിടെ കാണാം. നാഗപട്ടണത്ത് നിരവധി കാഴ്ചകളുണ്ട് നമുക്ക് കാണാനായിട്ട്. പക്ഷെ എല്ലാം നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. അപ്പോൾ കടലങ്ങ് ദൂരത്തായിട്ടാണേ. ഇവിടെ ഇത്രയും ദൂരം ഈ മണൽപ്പരപ്പിലൂടെ നടക്കണം. അപ്പോൾ എന്തൂരം നോക്കി വെള്ളം ഇറങ്ങിക്കിടക്കുന്നു. അപ്പോൾ വെള്ളം കയറി വരുന്ന ടൈമിൽ അവിടെയൊക്കെ വെള്ളം കയറുമെന്നല്ലേ പറഞ്ഞത്. എത്ര ദൂരം വെള്ളം കയറി വരും. ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള കുറേ ഇരിപ്പിടങ്ങളൊക്കെ ഈ ബീച്ചിനുള്ളിലായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. വോളിബോൾ കളിക്കാനായിട്ടൊരു കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ അങ്ങ് ദൂരെയായിട്ടൊരു ലൈറ്റ് ടവർ കാണാം കേട്ടോ. അത് ഈ ബീച്ചിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ബീച്ച് ഇങ്ങനെ കിടക്കുവാണ്. ന്യൂ ബീച്ചും ഓൾഡ് ബീച്ചും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂ ബീച്ചാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കിയാൽ ഒരു കടൽ പാലം കാണാവേ. അപ്പോൾ അത് നല്ല നീളമുണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ നേരം പോയ സമയത്ത് ഇവിടെ ഈ ബീച്ചിലൊക്കെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ബീച്ചൊന്നും ഇല്ലാത്ത മറ്റ് ജില്ലക്കാർക്കും ഇതേ ഒരു ഫീലൊക്കെ തന്നെയായിരിക്കും ബീച്ചിലൊക്കെ പോകുമ്പോൾ ലഭിക്കുന്നത് അല്ലേ. ഇതൊക്കെ വീടിന് അടുത്തുണ്ടെങ്കിൽ നമുക്കൊരു മീച്ചം കാണില്ല. അല്ലാതെ ഒന്നും കാണാതെ കിടക്കുന്നവർക്കല്ലേ ഇത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു നേരം പോയ സമയത്ത് ഈ ബീച്ചിലെ കാഴ്ചകൾക്കൊപ്പം അവസാനിക്കുവാണ്.